ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഈസി ആയിട്ടുള്ളൊരു ട്യൂണ കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ക്യാൻഡ് ആയിട്ടുള്ള ട്യൂണയാണ്. സൺഫ്ലവർ ഓയിലിൽ ക്യാൻഡ് ആയിട്ടുള്ള ട്യൂണ, പിന്നെ ഒരു ചെറിയ സവോള. ഇപ്പോൾ ഒരു ക്യാൻ ട്യൂണയ്ക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു ചെറിയ സവോള, ഒരു 2-3 അല്ലി ഓഫ് വെളുത്തുള്ളി, 2 പൊട്ടാറ്റോ, പിന്നെ കുറച്ച് ഇഞ്ചി, പച്ചമുളക്, ഒരു മുട്ട, പിന്നെ ബ്രെഡ് ക്രംസ്, സൺഫ്ലവർ ഓയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് സവോള അരിയാൻ തുടങ്ങാം. നമുക്ക് എല്ലാം തിന്നായിട്ട് ചോപ്പ് ചെയ്യുക വേണ്ടത്, കാരണം ഇത് കട്ട്ലറ്റിൻ്റെ മിക്സ്ചറിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അതിനുകൊണ്ട് ഞാൻ ചോപ്പറാണ് യൂസ് ചെയ്യുന്നത്, ഈസി ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സവോള നമ്മൾ ചോപ്പറിലിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചോപ്പറിലിട്ടിട്ട് തന്നെ ഫൈനായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. ഇനി അത് ഫൈനായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ബാക്കിയും കൂടെ നല്ലോണം ചോപ്പ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ പച്ചമുളകും, ഞാൻ വലിയൊരു പച്ചമുളക് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാനത് ഹാഫായിട്ട് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു 1-2 പച്ചമുളക് എടുക്കാം നിങ്ങളുടെ എരിവിൻ്റെ അനുസരിച്ചിട്ട്. പിന്നെ നമുക്ക് പൊട്ടാറ്റോ 2 പൊട്ടാറ്റോ നമുക്ക് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനത് ഒരു 4 പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കി ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് ബോയിൽ ആവുന്ന ടൈമിൽ നമുക്ക് നമ്മുടെ ക്യാൻഡ് ട്യൂണ ഓപ്പൺ ചെയ്യാം. സൺഫ്ലവർ ഓയിലുള്ള ട്യൂണയാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുന്നത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ സൺഫ്ലവർ ഓയിൽ ഡ്രെയിൻ ചെയ്തെടുക്കണം. ചെറുതായിട്ട് ആ ക്യാൻ ഓപ്പൺ ചെയ്തിട്ട് അതിലെ ഓയിലെല്ലാം ഡ്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കുക. നമുക്ക് നമ്മുടെ കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഈ സെയിം ഓയിൽ തന്നെ യൂസ് ചെയ്യാം, കാരണം ആ ട്യൂണയുടെ ഗുണങ്ങളൊക്കെ ആ ഓയിലിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും ഓയിൽ മാത്രം യൂസ് ചെയ്തിട്ടുള്ളൂ നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പാൻ ചൂടാക്കിയിട്ട് ഓയിൽ ഒഴിക്കുക. അത് ചൂടായി വരുമ്പോഴേക്കും ജിഞ്ചർ ഗാർലിക്കും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് നല്ലതായിട്ട് സോട്ട് ചെയ്തെടുക്കാം. അതൊന്ന് ചെറുതായിട്ട് വാടിയാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ സവോളയും അരിഞ്ഞു വെച്ച സവോളയും ആഡ് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം കൂടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം വാടി വരുന്നത് പോലെ സോട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് വാടി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് നമ്മുടെ സ്പ്രിംഗ് അണിയൻ്റെ വൈറ്റ് ഭാഗം മാത്രം, ഗ്രീൻ നമുക്ക് ലാസ്റ്റ് ഗാർണിഷിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇതിലെ ആ വൈറ്റ് പാർട്ട് മാത്രമാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറും കിട്ടും അത് ആഡ് ചെയ്യുമ്പോൾ. പിന്നെ നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ട്യൂണ, ഒരു ക്യാൻ ഫുൾ ട്യൂണയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അതും ഇട്ടിട്ട് നല്ലോണം വഴറ്റി എടുക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണാം, അതിൻ്റെ കളറൊന്ന് ജസ്റ്റ് വൈറ്റായി വരുന്നുണ്ടാവും. അതാണ് ആ കുക്കാവുന്നതെന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാനിങ്ങനെ പരത്തി വെച്ച് കൊടുത്തു നല്ലോണം ഈവൻലി കുക്കാവാൻ വേണ്ടിയിട്ട്. അതൊന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് സോട്ട് ചെയ്താൽ മതി, അപ്പോഴത്തേക്കും തന്നെ കുക്കാവും. എന്നിട്ട് നമുക്ക് നമ്മുടെ സ്പൈസസ് ഇടാം. ഞാൻ മഞ്ഞൾപ്പൊടി, പെപ്പർ പൗഡർ, പിന്നെ ഗരം മസാല പൗഡർ, ഇത് മാത്രമാണ് ഞാൻ ഇടുന്നത്, വേറെ ഒന്നും ഇടുന്നില്ല. മഞ്ഞൾപ്പൊടി, പെപ്പർ പൗഡർ, ഗരം മസാല, അത് നന്നായിട്ട് സോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ആ ടൈമിൽ നമ്മുടെ പൊട്ടാറ്റോ നല്ലോണം ബോയിലായി വന്നിട്ടുണ്ടാവും. ഫോർക്ക് കുത്തിയിട്ട് സോഫ്റ്റ് ആയെങ്കിൽ ബോയിലായി എന്നാണ് അർത്ഥം. എന്നിട്ട് നമുക്കത് സ്ട്രെയിൻ ചെയ്ത് വെക്കാം. എന്നിട്ട് നല്ലോണം മാഷ് ചെയ്തെടുക്കാം. ഞാനിവിടെ മാഷറാണ് യൂസ് ചെയ്യുന്നത്. മാഷർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈ വെച്ചാണെങ്കിലും നല്ലോണം മാഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് മാഷ് ആയതിന് ശേഷം ആ മിക്സ്ചർ നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച ട്യൂണ മിക്സ്ചറിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ നല്ലോണം കഴുകിയിട്ട് കൈയായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ പൊട്ടാറ്റോ എല്ലാം നമുക്ക് കുഴച്ച് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ മിക്സ്ചർ. ഇതിലേക്ക് ഞാൻ സ്പ്രിംഗ് അണിയനും ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഗ്രീൻസ് കാണാമല്ലോ, സ്പ്രിംഗ് അണിയനാണ്. ഇനി നമ്മുടെ ഈ മിക്സ്ചർ റെഡിയായി കഴിയുമ്പോൾ നമുക്കിനി നമ്മുടെ ലോങ്ങസ്റ്റ് പ്രോസസ്സിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട പൊട്ടിച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതിൽ ഉപ്പും ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ ബ്രെഡ് ക്രംസും ഒരു പാത്രത്തിൽ ആക്കി വയ്ക്കുക. എന്നിട്ട് കയ്യിൽ നല്ലോണം സൺഫ്ലവർ ഓയിൽ തേച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. ഞാനിവിടെ ഒരു റൗണ്ട് ഷേപ്പാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പോ രീതിയിലോ എടുക്കാം. നമുക്ക് വേണ്ട ഷേപ്പ് ആയതിനു ശേഷം അത് നമുക്ക് ഒന്ന് മുട്ടയിലേക്ക് മുക്കി ജസ്റ്റ് എല്ലാം കോട്ടാവുക. ഈ മുട്ടയാണ് ഈ നമ്മൾ ഉണ്ടാക്കിയ സാധനം ബൈൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് മുട്ട നല്ലോണം കോട്ട് ചെയ്തിട്ട് ബാക്കി ബ്രെഡ് ക്രംസിലേക്ക് കോട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം.
ഞാനിത് ഒരു തവണ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കൈ ഒരു മെസ്സായി എന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം ഈ ഫില്ലിംഗ് ഷേപ്പിൽ ആക്കി മാറ്റി വയ്ക്കുക, ഒരു ബാച്ച് ഫുള്ള് ഒറ്റയടിക്ക്. സോ ദാറ്റ് നമ്മുടെ കയ്യിൽ ആ ബ്രെഡ് ക്രംസും മുട്ടയും ഒന്നും ആവില്ല, കാരണം അത് അതിന് ശേഷം ഭയങ്കരമായിട്ട് ഒരു മെസ്സ് ഉണ്ടാക്കും. അപ്പോൾ ഞാൻ എല്ലാ കട്ട്ലറ്റിൻ്റെ ഫില്ലിങ്ങും നമുക്ക് വേണ്ട ഷേപ്പിലാക്കി മാറ്റി വെച്ചു. അതെല്ലാം മാറ്റി റെഡി ആയതിന് ശേഷം 1 by 1 അത് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് സൈഡിലേക്ക് മാറ്റി വെച്ചു. അങ്ങനെ 2 ബാച്ചായിട്ടാണ് ഞാൻ ചെയ്തത്. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഞാൻ എടുത്ത 1 can ട്യൂണ ഇന്ന് എനിക്ക് 14 നമ്പർ ഓഫ് കട്ട്ലറ്റ്സാണ് കിട്ടിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ എന്ത് ചെയ്തു, കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് ഒന്ന് ഫ്രീസ് ആവാനായിട്ട് വെച്ചു. സോ ദാറ്റ് ആ എഗ്ഗും ബ്രെഡ് ക്രംസും എല്ലാം നല്ലോണം ഒന്ന് ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ലെയർ നമ്മൾ വെച്ചു, ബാക്കി ലെയർ നമ്മൾ ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ വാക്സ് പേപ്പറോ വെച്ചിട്ട് വേണം സ്റ്റോർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതൊന്നൊന്നില്ല ഒട്ടിപ്പിടിക്കും. പിന്നെ നിങ്ങൾക്കത് തിരിച്ചെടുക്കാൻ ഭയങ്കര പാടായിരിക്കും, ഡീഫ്രോസ്റ്റ് ചെയ്യുകയും ഒക്കെ വേണ്ടി വരും. അതിലും ഈസി നമുക്കിങ്ങനെ ബട്ടർ പേപ്പർ ഇടയിൽ വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് അത് ഓരോന്നും എടുക്കാൻ പറ്റും. അങ്ങനെ ഞാനതൊരു കണ്ടെയ്നറിലാക്കി ഫ്രീസറിലേക്ക് വെച്ചു. ഒരു 3-4 hours ഫ്രീസ് ചെയ്തു. എന്നിട്ട് നമുക്ക് ഇനി ഫ്രീസറിൽ നിന്ന് അത് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ഞാൻ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല, ഷാലോ ഫ്രൈ മാത്രം ചെയ്യുന്നുള്ളൂ. ആക്ച്വലി ഷാലോ ഫ്രൈ ചെയ്താൽ നിങ്ങൾക്ക് നല്ല ഒരു ഹോം മെയ്ഡ് കട്ട്ലറ്റിൻ്റെ ഒരു ഫീല് കിട്ടും. ഡീപ്പ് ഫ്രൈ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഹോട്ടൽ പോലെ തോന്നും. അപ്പോൾ ഇതൊരു നല്ല ഹോം മെയ്ഡ് ഫീല് കിട്ടാൻ വേണ്ടി കുറച്ച് സൺഫ്ലവർ ഓയിലിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക 2 സൈഡും. ആ സമയത്ത് നമുക്ക് കട്ട്ലറ്റിന് കൂടെ കഴിക്കാനുള്ള സാലഡ് ഉണ്ടാക്കിയെടുക്കാം. ദിസ് ഈസ് വെരി ടേസ്റ്റി. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കണം. വെറുതെ ജസ്റ്റ് ഒരു 1/2 സവോള അല്ലെങ്കിൽ ഒരു 1 full സവോള, അതിലേക്ക് പച്ചമുളകും ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ഇടുക, തിന്നായിട്ട് സ്ലൈസ് ചെയ്തിടണം. പിന്നെ അതിലേക്ക് ഉപ്പും വിനേഗറും കൂടെ ആഡ് ചെയ്താൽ മാത്രം മതി. നല്ലൊരു സാലഡ് കിട്ടും നമുക്ക് കട്ട്ലറ്റിന് കൂടെ കഴിക്കാനായിട്ട്. ഗസ്റ്റൊക്കെ വരുമ്പോൾ സെർവ് ചെയ്യാനായിട്ട് നല്ലതായിരിക്കും. ആ ടൈമിൽ നമ്മുടെ കട്ട്ലറ്റ് ഫ്രൈ ആയിട്ടുണ്ടാവും. നല്ല ക്രിസ്പി മൊരിഞ്ഞ കട്ട്ലറ്റ് നിങ്ങൾക്ക് കിട്ടും. സാലഡിൻ്റെ കൂടെ കഴിച്ച് എൻജോയ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്.